ഫ്രണ്ട്സ്, നമ്മുടെ എച്ച് എല്ലിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള നൈനി എയറോസ്പേസ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. IT അതല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനും കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്ക് എനേബിൾ ചെയ്യാം. റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാം. ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ചെയ്തു വരുന്നുണ്ട്, മെമ്പർഷിപ്പ് എടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോയുടെ സമയത്ത്, അതായത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്തായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ടാവും. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാം. നൈനി എയറോസ്പേസ് ലിമിറ്റഡ്, അപ്പോൾ പ്രയാഗ്രാജിലാണ്. അപ്പോൾ ഇതിലേക്ക് 4 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതായത് എച്ച്.എല്ലിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ് ഈ പറയുന്ന നൈനി എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 4 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പോസ്റ്റ് കോഡ്, നമ്പർ ഓഫ് വേക്കൻസി, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. പോസ്റ്റ് കോഡ് വരുന്നത് നിങ്ങൾക്കൂടെ നോക്കാം. നെയിം ഓഫ് പോസ്റ്റ് വരുന്ന ഓപ്പറേറ്റർ SS, നിങ്ങൾക്കൂടെ കാണാം. ഇലക്ട്രോണിക്സ് മെക്കാനിക് ആണ്. 8 വേക്കൻസി ഉണ്ട്. SCക്ക് 2, പിന്നെ OBCക്ക് 2, പിന്നെ അൺറിസർവ്ഡ് വേക്കൻസിയാണ് 4 വേക്കൻസി. അപ്പോൾ AWSനും STക്കും റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും അവർക്ക് ഈ ജനറൽ വേക്കൻസി ആയിട്ടുള്ള അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ, ആർക്ക് വേണമെങ്കിലും. അപ്പോൾ ഇതിലേക്ക് വേണ്ട യോഗ്യത 2 ഇയർ ഡ്യൂറേഷനുള്ള ഫുൾ ടൈം IT ആണ് വേണ്ടത്. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡിൽ 2 വർഷം ഡ്യൂറേഷനുള്ള IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തത് ഓപ്പറേറ്റർ SS ഫിറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 5 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ ജനറൽ 1, റിസർവ് വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ STക്ക് വേക്കൻസി ഇല്ലെങ്കിലും അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫിറ്റർ ട്രേഡിൽ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് വരുന്ന ഓപ്പറേറ്റർ SS ഇലക്ട്രീഷ്യൻ ആണ്. ഇതിലേക്ക് 6 വേക്കൻസി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാം. ജനറലിൽ 2 വേക്കൻസി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 2 വർഷം ഡ്യൂറേഷനുള്ള IT വേണം എന്നുള്ളതാണ്. അടുത്ത ജൂനിയർ അസിസ്റ്റൻറ്റ് നിങ്ങൾക്കൂടെ കാണാം. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ടോട്ടൽ 3 വേക്കൻസിയാണ്. ആ 3 വേക്കൻസിയും അൺറിസർവ്ഡ് പോസ്റ്റ്, അതായത് ജനറൽ വേക്കൻസിയാണ്. റിസർവ്ഡ് വേക്കൻസി ഒന്നും തന്നെ ഇല്ല. റിസർവ്ഡ് വേക്കൻസി ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, നമുക്ക് റിസർവേഷൻ ലഭിക്കില്ല എന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി BSc കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. BSc ഇന്ന സബ്ജക്റ്റ് എന്നൊന്നുമില്ല, ജസ്റ്റ് ബാച്ചിലർ ഓഫ് സയൻസോ അല്ലെങ്കിൽ BCom ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് വേണം. കമ്പ്യൂട്ടർ, അതായത് മിനിമം ഒരു 6 മന്ത് ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ളൊരു കമ്പ്യൂട്ടർ, അഥവാ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം അറിയാമെന്നുള്ളതിന് തെളിവായിട്ട് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് ഡ്യൂറേഷനുള്ളൊരു കോഴ്സ് നിങ്ങളെടുത്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BCA കഴിഞ്ഞവരാണെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഡയറക്റ്റ് BCA വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ BScയും BCom ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 6 മാസം ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ കോഴ്സുമായി ബന്ധപ്പെട്ടൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളെടുത്ത് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങളും അതുപോലെ മറ്റേ നമുക്ക് എന്താണ് MS ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി BCA ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് BCA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് HR ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന BA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BSc നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, BBA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, BSW വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ പറയുന്ന BA BSc ഒക്കെ ഇന്ന സബ്ജക്റ്റ് ഒന്നുമില്ല, ഏത് സബ്ജക്റ്റ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് വേണം. അതായത് ടൈപ്പിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റെനോഗ്രഫിയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഉള്ള മിനിമം 6 മാസം ഡ്യൂറേഷനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം, നിർബന്ധമാണ്. അടുത്ത ജൂനിയർ അസിസ്റ്റൻറ്റ് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BCom അല്ലെങ്കിൽ BBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെയും പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് വേണം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് 6 മാസം ഡ്യൂറേഷനുള്ള കോഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത ജൂനിയർ അസിസ്റ്റൻറ്റ് IT ആണ്. ഇതിലേക്ക് നമ്പർ ഓഫ് വേക്കൻസി ഒക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് HR നമുക്ക് അൺറിസർവ്ഡ് പോസ്റ്റ് ഇല്ല. ഈ പറയുന്ന നമ്മുടെ ഈ OBC അതുപോലെ അങ്ങനെ റിസർവ്ഡ് വേക്കൻസികളുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസിയിലേക്ക് അതത് റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഫൈനാൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ് IT ആണെങ്കിൽ നിങ്ങൾക്ക് BCA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BSc വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, BSc ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറോ ITയോ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, BCA വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ IT വെച്ചിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ.
ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 31/5/2026 കണക്കാക്കി 28 വയസ്സ് കഴിയാൻ പാടില്ല. മിനിമം 18, മാക്സിമം 28 വയസ്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ 31 വയസ്സിൽ അപ്ലൈ ചെയ്യാം. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം, അവർക്ക് 33 വർഷം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 3 വയസ്സ് വരെ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 10 വർഷം മുതൽ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്, 1 വർഷത്തെ എക്സ്പീരിയൻസിന് 1 വർഷത്തെ ഏജ് റിലാക്സേഷൻ എന്നുള്ള ലെവലിൽ അങ്ങനെ 7 വർഷം വരെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. അങ്ങനെ 35 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏജ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, 28 ഇതിൻ്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 7 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഇതിലേക്ക് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രയാഗ്രാജ് UP-യിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് എവിടേക്കാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ. പിന്നെ 4 വർഷത്തേക്കാണ് ഇത്, പെർമനൻറ്റ് വേക്കൻസി ഒന്നും ആവില്ല. 4 വർഷം കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റെമ്യൂണറേഷൻ ഉണ്ട്. ബേസിക് പേ തന്നെ നിങ്ങൾക്കിവിടെ കാണാം, 4200 ഇതിൻ്റെത്. നമുക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന സ്കെയിൽ നോക്കണം കേട്ടോ. ഓക്കെ, ജൂനിയർ അസിസ്റ്റൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4620 വരും. പിന്നെ നിങ്ങൾക്ക് DA ഒക്കെ കാണാം. ഒക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് CTC ഓരോ ഇയർ വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിലേക്ക് 4.56 ലക്ഷം പെർ ഇയർ. ഇനി ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ 4.9 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്കൊരു 10-40 റുപ്യ ആണെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് സാലറി പ്രതീക്ഷിക്കാം, അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ മറ്റു അലവൻസും കാര്യങ്ങളും, ലീവും മറ്റ് യൂണിഫോം, അതുപോലെ സ്റ്റിച്ചിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എക്സാമാണ്, റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. ആ റിട്ടൺ എക്സാമിനേഷൻ അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങൾക്ക് മെയിൽ വഴി നിങ്ങൾ അറിയിക്കും. പിന്നെ വെബ്സൈറ്റിലും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറായിരിക്കും അതിൻ്റെ സ്കീം വരുന്നത്. 2.5 മണിക്കൂറായിരിക്കും അതിൻ്റെ ടൈം ഡ്യൂറേഷൻ. 3 പാർട്ട് ഉണ്ടാവും ടെസ്റ്റിന്. പാർട്ട് 1 20 ക്വസ്റ്റ്യന് ജനറൽ അവയർനെസ് ആണ്. പാർട്ട് 2 40 ക്വസ്റ്റ്യന് ഇംഗ്ലീഷും ആൻഡ് റീസണിംഗ് ആണ്. പാർട്ട് 3 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ സ്ട്രീം ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങളുടെ ഡിഗ്രിയിലെ സബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ IT ട്രേഡ് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഒന്ന് ശരിയല്ല, ഒരു മാർക്ക് ഇവിടെ നെഗറ്റീവ് മാർക്കില്ല എന്നുള്ള വലിയൊരു സമാധാനമാണ്. നെഗറ്റീവ് മാർക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മാക്സിമം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പോകുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് അപേക്ഷാ ഫീസ് 200 രൂപ നമുക്ക് അപേക്ഷാ ഫീസ് കൊടുക്കണം. എന്നാൽ SC ST PWBD കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്പോൺസേഡ് ചെയ്ത, അതുപോലെ അപ്രൻറ്റീസ് ഈ പറയുന്ന കമ്പനിയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇത് ഹൗ ടു അപ്ലൈ എന്നുള്ളത് നിങ്ങളിത് കണ്ട് ഞെട്ടണ്ട, ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതർ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഇതിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്രൻറ്റീഷിപ്പ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് പീരീഡ് ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്രൻറ്റീഷിപ്പ് ചെയ്ത, അതായത് ഈ പറയുന്ന NIL നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ അത് ബാധകമില്ല. ഇനി ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എന്താണ് ലെറ്റർ വന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ റെഫറൻസ് നമ്പർ ഉണ്ടാവും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതും അല്ലെങ്കിൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾക്കും ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഇനി അതർ സ്റ്റേറ്റിലെ ഉദ്യോഗാർത്ഥികൾക്കും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ HL എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനമാണല്ലോ. ഓക്കെ, നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 17/7 ജൂലൈ 17 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഏറ്റവും സ്യൂട്ടബിൾ ആയ പോസ്റ്റ് ഏതാണെന്ന് നോക്കുക, അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എക്സാം സെൻറ്ററൊക്കെ നമുക്ക് ഈ പ്രയാഗ്രാജിൽ തന്നെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റിൽ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 27, അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 17 ആണ്. ഓക്കെ, 17/2026 ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് ഏകദേശം കൊടുത്തിട്ടുണ്ട്. 31/7/2026 മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. റിട്ടൺ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 23/8/2026. പിന്നെ അനൗൺസ്മെൻറ്റ് റിട്ടൺ ടെസ്റ്റിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് 27/8/2026.
ഓക്കെ. അപ്പോൾ SC, OBC ഇതിൻ്റെയൊക്കെ സൈഡിൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനായിട്ട് നിങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലൈ നൗ എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഓക്കെ. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ ഇതിലൊക്കെ ഫോളോ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഏറ്റവും താഴേക്ക് വന്നാൽ അവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം തന്നെ അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യുക നിങ്ങൾ. അതിനുശേഷം ആദ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ അപ്ലിക്കൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പേര്, അതുപോലെ ജെൻഡർ, അതുപോലെ മാരീഡ് ആണ് അൺമാരീഡ് ആണ്, നാഷണാലിറ്റി, മെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ OTP ഒക്കെ വെച്ച് വെരിഫൈ ചെയ്യണം. ഓക്കെ. ആധാർ നമ്പർ കൊടുക്കണം. ഓക്കെ. അതോടൊപ്പം തന്നെ പാസ്വേഡ് നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകും. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.